ചെയ്യാൻ പറ്റുന്നത് ഏൽക്കുക, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച മാർഗം. എന്താണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്? സർക്കാരിന് കൊടുക്കരുത്, കൊടുത്താൽ അത് അബദ്ധമാണ്, അതെന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു പരിപാടിയാണ്, ഞങ്ങൾ നേരിട്ട് നടപ്പാക്കാം എന്നുള്ളതാണ് സംഘടനകൾ പറഞ്ഞത്. നേരിട്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞവരാണ് സേവാഭാരതി. 50 വീടുകൾ അവർ സ്ഥലം കണ്ടെത്തി, അവർ അതിൻ്റെ പുറ്റാടെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടെത്തി അവരതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. ഫിലോക്കാലിയ 40 എണ്ണത്തിൽ 25 നിർമ്മാണം ആരംഭിച്ചു. ചെറുകിട ക്വാറി അസോസിയേഷൻ 10 എണ്ണത്തിൽ 5 നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. തുരുത്തിപ്പുറം ഗ്രാമം ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, അവരതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി. പീപ്പിൾസ് ഫൗണ്ടേഷൻ 30, മുജാഹിദ് വിഭാഗങ്ങൾ ഈ വിസ്ഡും KNM മറ്റേ മർക്കസുദ്ദവയും എല്ലാം കൂടെ ചേർന്നിട്ട് അവർ 40 വീടുകൾ പറഞ്ഞു, അതിൻ്റെ സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോയി. CSI 13 എണ്ണം പറഞ്ഞു, അവരതിൻ്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. പെന്തക്കോസ്ത് സഭ 11 എണ്ണം പറഞ്ഞു, അവരതിൻ്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. ജമിയത്തുൽ ഉലമ ഹിന്ദ് 12-ൽ 7, തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് 14 വീട് സ്ഥലം കണ്ടെത്തി അവർ വീട് പണിയും പൂർത്തിയാക്കി. അതുപോലെ വേറെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട് ഗായകരും ഒക്കെ ആയിട്ടുള്ള ചെറിയ കൊല്ലം ഷാഫിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ടായിരുന്നു. 20 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 5 വീട് ഏതാണ്ട് അവർ പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇനി എറണാകുളം മുസ്ലിം മഹൽ കോർഡിനേഷൻ കമ്മിറ്റി 22 വീടുകൾ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. മുസ്ലിം ലീഗ് 100 വീടുകൾ അത് സ്ഥലം കണ്ടെത്തി അവർ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, പക്ഷേ സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകും. കോൺഗ്രസ് 100 വീടുകളാണ് വാഗ്ദാനം നൽകിയത്, സ്ഥലം കണ്ടെത്തിയിട്ടില്ല, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഉൾപ്പെടുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വീടുകളും. അവിടെയാണ് കുഴപ്പം. കാരണം ഈ സംഘടനകൾക്കെല്ലാം പറ്റുന്ന ഒരു കാര്യം അവരിപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവിടെ DYFI ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ 25 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ ചാടിക്കയറി വരുന്നു 30 വീടുകൾ പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ്. പക്ഷേ അവർ അതിനുള്ള പണം കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഈ പദ്ധതിയെ മൊത്തത്തിൽ ഇരുട്ടിലാക്കുകയും ഇത് മൊത്തം കുഴപ്പമാണ് എന്നൊക്കെയുള്ള ആരോപണമായി മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കണക്ക് പറയുമ്പോൾ എത്രയാണ്? ഏതാണ്ട് 80 ലക്ഷത്തിൽ ചില്ലുവാൻ രൂപ യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. 4 കോടി ചില്ലുവാനും ഈ കോൺഗ്രസും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കേന്ദ്രത്തിൻ്റെ സഹായം, അവരുടെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ സഹായം ഇനി വന്നതിന് ശേഷം വേണം ഇനി അവർക്ക് ഭൂമി കണ്ടെത്തി അത് വാങ്ങി അവിടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ട പദ്ധതിയിലേക്ക് കിടക്കാൻ. അതായത് ഇത്രയും സംഘടനകൾക്ക് കഴിഞ്ഞത് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നതിലാണ് ഈ കുഴപ്പം നിൽക്കുന്നത്. അവർ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രേഖയെടുത്ത് കാണിച്ചു കൊടുത്തു, അതായത് മുഴുവൻ പൈസയും ഞങ്ങളുടെ കൈവശമുണ്ട്. ഹർഷൻ ഈ പറഞ്ഞെടുത്താണ് അതിൻ്റെ പ്രശ്നം. അതായത് ആകെ 2,40,00,000 രൂപ അവർക്ക് വേണം ഇത്രയും 30 വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ. അവർ പറഞ്ഞ കണക്കിൽ അതിൽ 84 ലക്ഷം രൂപയാണ് അവർക്ക് ആകെ കിട്ടിയത്. അത് സമാഹരിക്കാൻ അവർക്ക് പറ്റിയില്ല, അവർ ഉദ്ദേശിച്ച കാര്യം പറ്റിയിട്ടില്ല എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ DYFI 20 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇവർക്ക് 2,40,00,000 രൂപ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്. DYFI 20 കോടി രൂപ സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസിനേക്കാൾ ചെറിയ സംഘടനയാണ് AIYF എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളെണ്ണത്തിൽ. അവർക്ക് 1 കോടി രൂപ AIYF കൊണ്ടുപോയിട്ട് സർക്കാരിന് കൊടുത്തു. അപ്പോൾ പണസമാഹരണത്തിലും ഈ പറയുന്നത് പോലുള്ളൊരു ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും പണിയെടുക്കാനുണ്ടായിരുന്നു, മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു, വസീഫും PK സനോനെയും പോലുള്ള DYFI നേതാക്കളുണ്ടായിരുന്നു. അവിടെ വരാത്ത മനുഷ്യരില്ല. സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും സകലമാന ആളുകളോട് വന്നിരുന്നു. ആ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ധനസമാഹരണത്തിലാണെങ്കിലും ഹർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പിന്നോട്ട് പോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ ആകെ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരാകെപ്പാടെ വീട് നിർമ്മിക്കാത്ത ആളുകളാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല. മറിയക്കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുത്തത് KPC ആണ്. അവർ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ BJPയിലേക്ക് പോയി എന്നത് മറ്റൊരു വസ്തുതയാണ് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ഒറ്റ കാര്യം കൂടെ പറയാണ്ട്, ഇത് ഉണ്ടല്ലോ ഡേറ്റാ ഷീറ്റിൽ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇവരെ 1000 വീട് വെച്ച് കൊടുക്കും എന്നുള്ളത് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതായത് പക്ഷേ ഇവിടെ ഇവരെ 1000 വീട് തികയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല നേതാക്കന്മാരും നേതൃത്വം നൽകുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പോൾ VD സതീശൻ്റെ പുനർജനി പദ്ധതിയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടക്കുന്ന ഭവന നിർമ്മാണ പരിപാടികളുണ്ട്. ഇതെല്ലാം ഇവർ KPCCയുടെ 1000 വീട് പദ്ധതിയോട് അങ്ങ് ചേർത്തു. ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം 1000 വീടിൻ്റെ ഭാഗമാണെന്ന്. അതായത് ഇനിയും അവർക്ക് സമയമുണ്ട്. അതായത് പണം സമാഹരിക്കാനാണെങ്കിലും 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് സമയമുണ്ട്. അത് ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നമുക്ക് അവരെ വിശ്വസിക്കുക.